നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ഇവിടെ വന്ന് ജോയിന്റ് ആവുകയാണ്. ഇവിടെ നിൽക്കത്ത് പോലും ഇല്ല, അത്യുഗ്രം ചൂടാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഓസ് എല്ലാം റെഡി ആയി കേട്ടോ. ഇത് നോക്കിക്കേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഹോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് എത്തിയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? മുംബൈയിലെ നാസിക്കിൽ ഇത് SS ഇൻഡസ്ട്രി ഷാഹു ഡ്രിപ്പ് എന്ന് പറയുന്ന കമ്പനിയിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഇത് അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ കമ്പനിക്കകത്ത് പോയി ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നേരെ ഇതേ കമ്പനിക്കകത്തേക്ക്. നമ്മുടെ ഓസ് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിങ്ങിനുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതായിരിക്കുന്നത്, പ്ലാസ്റ്റിക് ഗ്രാനുവൽ. ഈ പ്ലാസ്റ്റിക് ഗ്രാനുവൽ ഇത് ഈ ഒരു മിക്സറിൻ്റെ അകത്ത് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കും. ഇതുണ്ടോ, അതിൻ്റെ അകത്തുനിന്ന് മോയ്സ്ചർ കണ്ടൻ്റ് എല്ലാം നല്ലതുപോലെ പോകാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്തിട്ട് നല്ലപോലെ കറക്കുന്നത്. അതിനുശേഷം നമ്മളിത് ഈ ഒരു ചാക്ക് വെച്ചിട്ട് ഇവരിത് തുറന്നെടുത്ത് കഴിഞ്ഞിട്ട് ഈ ചാക്കിൽ നിറച്ചിട്ട് ഇതിലേക്ക് ഇട്ടം കൊടുക്കുകയാണ്. ഈ ഒരു മെഷീന് നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ടെമ്പറേച്ചറാണ്. ഈ ഒരു മെഷീനിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇവിടെ എത്തുമ്പോൾ 250 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ഈ ഒരു മെറ്റീരിയൽ ഉരുക്കുവാണ്. പ്ലാസ്റ്റിക്കിൻ്റെ റോ മെറ്റീരിയൽ ഇത് അതീവ ചൂടിൽ ഇത് ഈ ഒരു മെഷീൻ്റെ അകത്തേക്ക് വരും. 250 ഡിഗ്രി ചൂടിലാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ഇത് ഇതിൻ്റെ അകത്തേക്ക് എത്തുന്നത്. അതിനോടൊപ്പം തന്നെ വേറൊരു സംഭവം കൂടെ കാട്ടിത്തരാം. ഇതുണ്ടോ, ഇതാണ് ഡ്രിപ്പർ. ഈ ഓസ് മെയിനായിട്ട് ഇപ്പം നമ്മുടെ ഈ കമ്പനി നിർമ്മിക്കുന്നത് ഈ നമ്മുടെയൊക്കെ ചെടികളിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി 3 ഹോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ മേലെ റോഡുകളിലൊക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ നഴ്സറികളിലൊക്കെ ഇങ്ങനെ വെള്ളം ഡ്രിപ്പ് ചെയ്യുന്ന ഓസിന് വേണ്ടിയുള്ള ഡ്രിപ്പറാണിത്. ഇതിലിപ്പോൾ ഒരു 3-4 തുളയിടും. അതെല്ലാം ഓട്ടോമാറ്റിക് മെഷീനിലാട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രിപ്പർ ഓരോന്നോരോന്നായിട്ട് ഇതുണ്ടോ ഈ മെഷീൻ്റെ അകത്തോടെ ഇങ്ങനെ അകത്തേക്ക് കയറി പോകും. ഇതുണ്ടോ ഇതിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഓസ് ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽ അതായത് 250 ഡിഗ്രി ചൂടിൽ ഈ ഡ്രിപ്പറും കൂടി നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ഇവിടെ വന്ന് ജോയിൻ്റ് ആവുകയാണ്. ഇവിടെ നിൽക്കത്ത് പോലും ഇല്ല, അത്യുഗ്രം ചൂടാണ്. ജോയിൻ്റ് ആയതിനു ശേഷം ഇതുണ്ടോ ഇവിടെ തൊട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് കൂളിംഗ് ആയിട്ട്. ഇതുണ്ട് ഈ ലൈനിൽ കൂടെ ഇതുണ്ടോ വെള്ളം, ഇതുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വെള്ളമാണ്, നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ ഓസ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഡ്രിപ്പിൻ്റെ 4 ഹോളാണ്. ഈ നമ്മുടെ പൂച്ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുകയല്ലേ, ആ ഡ്രിപ്പിൻ്റെ ഓസാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത്. അപ്പം ഇതിന് ഹോൾ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കും. ഇപ്പോൾ ഈ ഹോൾ അടിച്ച് കൊടുക്കാത്തതാണെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളം അടിക്കുന്ന ഓസ്. അവിടെ നിന്ന് പിന്നെയും പോന്ന് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇവിടെ റോൾ ഇങ്ങനെ ചുറ്റുവാണ്. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ചുറ്റി എടുക്കുവാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഓസ് എല്ലാം റെഡി ആയി കേട്ടോ. ഇത് നോക്കിക്കേ, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഹെവി പ്രോസസ്സൊന്നുമല്ല. മീൻസ് പെട്ടെന്ന് മെറ്റീരിയൽ ഇട്ടു അങ്ങ് പെട്ടെന്ന് റണ്ണായി പോവാണ്. ഒരു വലിയ ലെങ്തി ഒരു പ്രോസസ്സൊന്നും അല്ല. ഈ ഒരു വീഡിയോ നമുക്ക് മുംബൈയിൽ നാസിക്കിലുണ്ടല്ലോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കി തന്നത് നമ്മുടെ സന്ദീപ് സാറാണ്. അദ്ദേഹത്തിനോടും പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇങ്ങനെയാണ് ഹോസ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.